ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ബേസിക്കലി വ്യൂവേഴ്സ് ഉള്ളത് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിനും എൻ്റെ സാരി ഡ്രേപ്പിംഗ് വീഡിയോസിനും അങ്ങനെയൊക്കെയാണ്. ഇന്നും നാളെയും ഞങ്ങളുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാം, സാരി ഉടുക്കുന്നത് നിങ്ങളെ കാണിക്കാം എന്ന്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു മൾട്ടി വിറ്റമിൻ ടോണറാണ്. ഇതൊരു ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ. ആക്ച്വലി ഒന്നും ചെയ്യണ്ട, ഇനിയിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മുടെ സാരിയുടെ കളർ ഗ്രീനാണ്. ഫസ്റ്റ് ഡേ ഗ്രീനും സെക്കൻഡ് ഡേ ബ്ലൂ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഞാനൊരു ട്രഡീഷണൽ സാരി വെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ജയലക്ഷ്മിന്ന് മേടിച്ചൊരു സാരിയാണ്, മംഗലാപുരത്തെ ജയലക്ഷ്മി. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്പ് ഓയിലാണ്, ലിപ്പ് ഗ്ലേസ് ആണ്. ഇത് ആക്ച്വലി ഒരു ലിപ്പ് ഓയിൽ പോലെയാണ് കേട്ടോ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഇതാണ് സാധനം. ഇതെനിക്ക് അച്ചു ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അച്ചു തന്ന ഒരു ലിപ്പ് ഓയിലാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ്. ഈവനിങ് വരെ ഹൈഡ്രേഷൻ ഉണ്ടാവും. നമുക്ക് ഈ ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാനത് തൂത്ത് കളഞ്ഞാലും ചുണ്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും കേട്ടോ. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡേം ഡോക്കിൻ്റെ നിയസിനമൈഡ് ഫേസ് സീറമാണ്. 10% നിയസിനമൈഡ് സീറം. എൻ്റെ ഫേസിൽ ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, കുരു വന്നിട്ട്. അത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ വന്ന കുരുവായിരുന്നു. ചേച്ചി വരുന്നതിന് മുന്നേ കുരു പൊട്ടി പാട് വീണു, കല്യാണത്തിന് മുന്നേ. പക്ഷെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പാടുണ്ടായിരുന്നു. എന്നെ ആക്ച്വലി ഈ പാട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഈ നിയസിനമൈഡ് സിറമാണ്. നമുക്കൊരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡ്രസ്സ് മാറുക എന്നുള്ളതാണ്. അത് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇടും, ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ക്വിക്കായിട്ട്. അവ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഇത് നമ്മളങ്ങനെ സാരി ചുറ്റി. ഓക്കെ, നമുക്ക് ഇവിടത്തെ കുത്തി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരി റെഡി. മോയ്സ്ചറൈസർ, പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇടാം. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ. സൺസ്ക്രീനാണ് ഇടേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഹെയർ ഒന്ന് കെട്ടി നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ മുടി ഒന്ന് അയൺ ചെയ്ത് വെച്ചായിരുന്നു, സോ ദാറ്റ് ഒന്ന് വൃത്തിക്ക് കിടന്നോളും എന്നോർത്തിട്ട്. ഞാൻ നടുക്കുന്ന് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഗുഡ് വൈബ്സിൻ്റെ സിക്ക സൺസ്ക്രീൻ SPF 50 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് വേഗം അബ്സോർബ് ആവും കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് പുറത്തിറങ്ങുന്നില്ല, നമ്മൾ AC മുറിക്കകത്ത് തന്നെയാണ്. ഇത്തിരി ലൈറ്റ്സൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഇന്ന് വീഴും. സോ ടു പ്രിവെൻറ്റ് ദാറ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺസീൽ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് മേബിളിൻ ന്യൂയോർക്കിൻ്റെ കറക്റ്ററാണ്.
സോറി ഇറേസർ പെന്നാണത്. ഡിഫറൻസ് മനസ്സിലാവും ഇപ്പോൾ, കണ്ടോണേ. കണ്ടോ, ഈ കണ്ണും ഈ കണ്ണിൻ്റെ ഡിഫറൻസ് കണ്ടോ. അതേപോലെ ചെയ്യാം. ഓക്കേ, ബ്ലെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. ഞാനൊരു ലൂസ് പൗഡർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇനി ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാഴ്സിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണ്. ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് ആദ്യം മുകളിലിടും, കൺസീലറിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്ക് സെൻറ്ററിലുള്ളൊരു കോപ്പർ കളർ ഐലൈനർ ഇടാം. ഐലൈനർ ഇട്ടു. ഇനി നമുക്ക് എൻവൈബയുടെ ഐ ലവ് മസ്കാര ഇടാം. ഈ ഒരു കമ്മൽ മാച്ചാവോ എന്ന് നോക്കാം. മാച്ചിങ് ആണ് കമ്മലോ. ഏതാണോ നല്ലത്? ജോക്കർ ആൻഡ് വിച്ചിൻ്റെ ഈ ഒരു വാച്ച് ഇടാം. ദ വിക്ടോറിയ സീക്രറ്റിൻ്റെ ലോറിയൽ പാരീസിൻ്റെ ലേസി സൺഡേ ലിപ്സ്റ്റിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, സീ യു.